ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാരെയും ശിവാസ് ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ഒരു പുതിയ യൂട്യൂബിൽ സാധനം ചെയ്യുന്നു. അപ്പോൾ നമ്മളിന്നൊരു ഗാഡ്ജറ്റാണ് നമ്മളിന്ന് നിങ്ങളിത് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെടും തോന്നുന്നു. അപ്പോൾ ഇത് എല്ലാം കണക്ടിവിറ്റി അങ്ങനെ ഫുൾ കാര്യങ്ങൾ നമ്മളിന്ന് പറയാം. അപ്പോൾ നമ്മൾ 2 ദിവസം യൂസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ റിവ്യൂ അനുസരിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുമാത്രമല്ല ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളും പറയാം. സാധനം കൊള്ളാമെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ യൂസ് ചെയ്തിട്ട് 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ 2 ദിവസത്തെ യൂസ് കൊണ്ട് എങ്ങനത്തെ കൊള്ളാമെന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ മാനുവൽ കാർഡ്, ഇതിനകത്തൊരു USB കേബിൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ എയർപോഡിൻ്റെ ഒരു ഫുൾ ഒരു പാക്കറ്റ് പോലെ ഒരു സാധനമാണ്. ഇതിനകത്താണ് നമ്മൾ ചാർജിങ് ചെയ്യുന്നത്. ഇതിൻ്റെ സൈഡിലാണ് നമ്മൾ USB കേബിൾ കുത്തി നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇതൊരു ബോക്സിനകത്താണ് എയർപോഡ് ഇടുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചവർക്കും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കുറച്ച് അറിയാവുന്നവർക്ക് ഇതറിയാം. ഇതിങ്ങനെയാണ് പാക്കറ്റ് വരുന്നത്. അപ്പോൾ ഇതിനെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഓൺ ആക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു പവർ ഓൺ ബട്ടനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റെഡും അതുപോലെ തന്നെ നീല കളറാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ചാർജ് ഇല്ലെങ്കിൽ നീല കളറും, ചാർജ് കയറുമ്പോൾ നമുക്ക് റെഡ് കളറായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സാധാരണയായിട്ട് 100 മണിക്കൂർ വരെ ജസ്റ്റ് ഓണാക്കി വെച്ചാൽ ഇത് വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് 2 മണിക്കൂർ മാക്സിമം ചാർജ് ചെയ്താൽ മതി പറയുന്നത്. പിന്നെ ഇത് ഇവരിപ്പോൾ പറയുന്നതിനനുസരിച്ച് പറയുകയാണെങ്കിൽ 6 മണിക്കൂറോടെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് വെച്ചിട്ട് അത്രയും മണിക്കൂറൊന്നും വർക്ക് ചെയ്യത്തില്ല. മാക്സിമം പോയാൽ ഒരു 1.5 അല്ലെങ്കിൽ 1.25 അല്ലെങ്കിൽ 1 മണിക്കൂർ, എന്തായാലും കൂടിപ്പോൾ 1 മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് യൂസിനാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതിന് കുറേ ദിവസം കഴിയുമ്പോൾ ഇനി അതുപോലെ തന്നെ കുറയുമോ എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ലൈറ്റ് വെയിറ്റ് ആണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്, ചെറുതായിട്ട് കൊണ്ടു നടക്കാനൊക്കെ കൊള്ളാം. ഇത് ഫുള്ള് കേസായിട്ട് കൊണ്ടു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മൾ ചാർജിങ്ങിന് വേണ്ടിയാണ് ഈ സാധനം ഉൾപ്പെടെ എടുത്ത് ഇപ്പോൾ കാണിച്ചു തരുന്നുള്ളൂ. ഇത് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് കത്തി നമുക്കിത് വർക്കിംഗ് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇത് 12 മീറ്റർ, അതായത് നമ്മൾ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ 12 മീറ്റർ ദൂരെ വരെ നമുക്ക് അതുകൊണ്ട് സൗണ്ടുമായിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ടായിരിക്കും. അതിനൊരു ചെറിയൊരു വേരിയേഷൻ, സൗണ്ടിനും ക്ലിയർ കുറയുന്ന വ്യത്യാസം വരും. കണക്ഷന് ചെറിയ പ്രോബ്ലം വരും. i7s tws എന്നാണ് ഇതിൻ്റെ മോഡൽ നെയിം. അത്യാവശ്യം കൊള്ളാവുന്ന രീതി തന്നെയാണെന്ന് തോന്നുന്നു. 65 mAh ബാറ്ററി ഒക്കെ ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ചാർജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിത് നിങ്ങളുടെ നോർമൽ ചാർജിനെ കുറിച്ച് ചാർജ് ചെയ്യാം. 1-2 മണിക്കൂർ ചാർജ് ചെയ്യാം. ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓൺ ആകുമ്പോൾ ഒരു ചുമല കളറായി കാണുന്നത് ബോക്സ് ഓൺ ആകുമ്പോൾ. അപ്പോൾ അതിനകത്തോട്ട് വരുമ്പോൾ നമുക്കൊരു ചുമല മാറി ഒരു നീല കളർ വരും. അപ്പോഴാണ് ഇതിൻ്റെ ഫുൾ ചാർജ് ചെയ്യാൻ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പിന്നെ ഇതെങ്ങനെയാണ് രണ്ടും ഒരുമിച്ച് പെയർ ചെയ്യേണ്ട അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ആഡായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും വീഡിയോ മുഴുവനായിട്ട് കാണും. അപ്പോൾ ഇന്നത്തെ ഗാഡ്ജറ്റ് നിങ്ങൾക്ക് കൊള്ളാമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ല ഇതിനേക്കാൾ ബെസ്റ്റ് ഗാഡ്ജറ്റ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിലൂടെ കൂടുതൽ സപ്പോർട്ട് കുറേ ആൾക്കാർക്ക് അറിയാൻ സാധിക്കും, നല്ലത് ഏതാണെന്നും ബെസ്റ്റ് ഏതാണെന്ന് അറിയാൻ സാധിക്കും. അപ്പം നമ്മുടെ കിട്ടിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് കാണാനും വലിയ കുറച്ച് കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ചെറിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ചെവി വെക്കുമ്പോൾ ഇച്ചിരി വലുതായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഒത്തിരി നേരം കുറച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചെവിക്ക് ഒരു ചെറിയ പെയിൻ, അതായത് ചെറിയ വേദനയൊക്കെ തോന്നും. അപ്പോൾ ഇത് ലിറ്റിൽ ബിറ്റ് വലുതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിനേക്കാൾ ചെറുതുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഇത് i7s tws എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ വേറെ ഏതെങ്കിലും ഗാഡ്ജറ്റ് പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ 5-6 ഗാഡ്ജറ്റൊക്കെ ഇരിപ്പുണ്ട്, നമ്മൾ പരിചയപ്പെടുത്തുക. അപ്പോൾ ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സ് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. റെഡും അതുപോലെ തന്നെ ബ്ലൂ കളറിലാണ് ഇതിൻ്റെ കളർ. ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ 2 ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും അതായത് ഇങ്ങനെ പെയർ ചെയ്യാന്ന് കാണിക്കുന്നത്. ഈ പെയർ ചെയ്യുന്ന ചെറിയ പ്രശ്നമുണ്ട്. മിക്ക ആൾക്കാരും കാണിക്കുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് ഞാൻ കാണിച്ചു തരാം. അതായത് മിക്ക ആൾക്കാരും സാധാരണ നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുന്ന ഈ ബട്ടൺ ജസ്റ്റ് അമർത്തി പിടിച്ച് ഓൺ ആക്കും. അപ്പോൾ 2 ബ്ലൂ ലൈറ്റും റെഡ് ലൈറ്റും കത്തിയത് ഓൺ ആവുന്നതാണ്. ഇതിനുശേഷം മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു ചെറിയ മിസ്റ്റേക്കാണ്. നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് പോയി ബ്ലൂടൂത്തിലോട്ട് നമ്മുടെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓണാക്കി 2 പെയർ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റും അതുപോലെ തന്നെ റൈറ്റും പെയർ ആകും. അപ്പോൾ 2 പെയർ ആകുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണേ കറക്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്ത് 2 പെയറായി നമ്മുടെ ഇത് കണക്റ്റ് ആവുകയും ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഒരു മൈക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പീക്കറോ മാത്രമേ ഒരെണ്ണത്തിൻ്റെ ചിലപ്പോൾ ഒരെണ്ണം ഇതിൻ്റെ ആയി കേൾക്കുന്നത്, ചിലപ്പോൾ ഇതിൻ്റെ ആയി കേൾക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നിൽക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് അങ്ങോട്ട് പിന്നെ സിഗ്നൽ ഇങ്ങോട്ട് മാറ്റി നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ 2 ഒരുമിച്ച് കണ്ടാകത്തില്ല. അത് ചില ആൾക്കാർക്ക് അറിയത്തില്ല ഈ സാധനം. അപ്പോൾ അതെങ്ങനെ കണക്റ്റ് ആകും നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞുതരാം. അതായിട്ട് നിങ്ങൾ ജസ്റ്റ് ഇവിടെ 2 സ്വിച്ച് നിങ്ങൾക്ക് കാണാം. ഈ നമ്മൾ പവർ ഓൺ ചെയ്യുന്ന സ്വിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ഒരു മിനിറ്റ്, ഞാനൊന്ന് ഓട്ടോ ഫോക്കസ് ആണ്, ഫോക്കസ് ആക്കട്ടെ. ഓക്കെ, ഫോക്കസായി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 ബട്ടൺ കാണും. അപ്പോൾ 2ലും ഒരുപോലെ ഡബിൾ ടാപ്പ് നിൽക്കും. അത് അറിയാലോ, ഡബിൾ ടാപ്പ് എന്ന് പറയുമ്പോൾ ഓക്കെ ഉണ്ടോ.
അപ്പോൾ നിങ്ങൾ സൗണ്ട് കേട്ടാൻ തോന്നുന്നു യുവർ ഹെഡ്സെറ്റ് ഈസ് കണക്റ്റഡ് എന്ന് പറഞ്ഞ് ഒരു ചെറിയ ബീപ്പ് സൗണ്ടോട് കൂടി ഈ 2 ഹെഡ്സെറ്റും കണക്റ്റ് ആയി. ഇപ്പോൾ നിങ്ങൾ ഒരു ബ്ലൂടൂത്ത് ഓണാക്കി, ഇപ്പോഴേ ബ്ലൂടൂത്ത് ഓണാക്കാവുള്ളൂ ഫോണിൽ. ഇപ്പോൾ ബ്ലൂടൂത്ത് ഓണാക്കി നിങ്ങളിത് കണക്റ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ലെഫ്റ്റോ റൈറ്റിലോ ഉള്ള ഏതെങ്കിലും ഒരു ബ്ലൂടൂത്തായിട്ട് പെയറാകത്തുള്ളൂ. ഒരു ബ്ലൂടൂത്തായിട്ട് പെയറായാൽ കാരണം ഈ 2 ബ്ലൂടൂത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പെയറായ ശേഷമാണ് നമ്മൾ ബ്ലൂടൂത്ത് കൊണ്ട് കണക്റ്റ് ആകുന്നത്. അപ്പോൾ 2 അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ആകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ 2 മൈക്കും 2 ഹെഡ്സെറ്റും ഒരുപോലെ വർക്ക് ആകുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യം മിക്ക ആൾക്കാർക്കും ചെറിയൊരു മിസ്റ്റേക്കാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു. അതുമാത്രമല്ല മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിന് ചെറിയ സൈസ് വെച്ചിട്ടുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന മോഡലും അല്ല, ചെറിയ വലിപ്പമുണ്ട്. അതിൻ്റെ സൈസൊക്കെ ഞാൻ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തി പറഞ്ഞേക്കാം. അതുമാത്രമല്ല ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ബോക്സ് എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ്. അപ്പോൾ നമ്മൾ ഇത് ഹെഡ്സെറ്റ് ഇത് ഓഫ് ആക്കിയിട്ട് വെച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് പവർ ഓഫ് എന്ന് പറഞ്ഞൊരു സൗണ്ട് കൂടെ കേൾക്കാം. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും അതിൻ്റെ ആയിട്ട് രീതിയാണ് മാറിപ്പോയി. ഇവിടെ വെച്ചു. അതിനുശേഷം നമ്മൾ USB കേബിളോട് ഇവിടെ കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചുമല ലൈറ്റ് വരും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ ബട്ടൺ നമ്മുടെ പവർ ഓൺ ബട്ടൺ ഓൺ ആക്കുക. ഇവിടെ നീല കത്തി, ഇവിടെ റെഡ് വരും. ഈ റെഡ് മാറി ഇവിടെ ബ്ലൂ ലൈറ്റ് വരും. അല്ലെങ്കിൽ ഇവിടെ ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ഇതിൻ്റെ ഹെഡ്സെറ്റ് ഫുൾ ചാർജ് ആയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊരു നല്ലൊരു ചെറിയൊരു എയർപോഡ് തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി, അതുപോലെ തന്നെ കാണാനും കുഴപ്പമില്ലാത്ത ഒരു ബാഗിലാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ലെറ്റ്സ് എൻജോയ് ദിസ് വീഡിയോ.